ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 51-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. സങ്കീർത്തകനായ ദാവീദ് ഹൃദയ തകർച്ചയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ, ഞാൻ നിർമ്മലനാകും. കർത്താവേ, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണം, ഞാൻ നിർമ്മലനാകും. കർത്താവാണ് നമ്മെ ശുദ്ധീകരിക്കുന്നവൻ. നമ്മുടെ സമസ്ത തലങ്ങളെയും ശുദ്ധീകരിക്കുവാൻ നമ്മൾ കർത്താവിന് അനുവദിക്കണം. വൃത്തിയുള്ള പാത്രങ്ങളെയാണ് ഈ നാളുകളിൽ കർത്താവ് തൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. കർത്താവേ, എന്നെ വൃത്തിയുള്ളവനാക്കണമേ, എല്ലാ അശുദ്ധതയിൽ നിന്നും മലിനതയിൽ നിന്നും അവിടുത്തെ ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മലനാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മനസ്സിന്റെ ഭാരങ്ങൾ, ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെല്ലാം കർത്താവിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ പോകുന്ന സമയമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ ഏറ്റെടുക്കട്ടെ. അനേകം ആയിരങ്ങളെ കർത്താവിന്റെ നാമത്തിന് അനന്ത ശക്തിയാൽ പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യട്ടെ. 10,000-ങ്ങളെ കർത്താവിന്റെ വചനത്തിന് അനന്ത ശക്തിയാൽ പരിശുദ്ധാത്മാവ് വിമോചിപ്പിക്കട്ടെ. കർത്താവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ ജനലക്ഷങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ജീവനുള്ള വചനമായി, കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യമായി നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയോടെ പരിവർത്തിക്കട്ടെ. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങളായിരിക്കുന്നിടത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അനേകം ഹൃദയങ്ങളെ ദൈവവചനത്തിനായി തുറക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളോട് സംസാരിക്കണമേ. എല്ലാ ശുദ്ധതയിൽ നിന്നും മലിനതയിൽ നിന്നും കർത്താവിന്റെ തിരുച്ചോരയാൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിയന്ത്രിക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരഘോഷത്തോടെ എല്ലാം മറന്ന് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവ് വരട്ടെ. എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മ നിറക്കട്ടെ. എല്ലാം മറന്ന് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുന്നു. Come Holy Spirit, fill us, anoint us. Amen. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് പാടാം. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, രാജ്യങ്ങളെ തുറക്കണമേ, ജീവിതങ്ങളെ തുറക്കണമേ,
പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സംഭവിക്കട്ടെ. അനേകം കുടുംബങ്ങൾ വിടുതല പ്രാപിക്കട്ടെ. അനേകം ജീവിതങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. സ്പിരിറ്റ് മൂവ്. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ പരിശുദ്ധാത്മാവേ. ഞങ്ങളങ്ങെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ദൈവികാലോചനകൾ നൽകണമേ. ദൈവദിനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. താങ്ക് യു, താങ്ക് യു ഹോളി അമ്മ മാതാവേ. അമ്മയുടെ ഉമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ആത്മാവിൽ നവീകരിക്കുന്ന കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകപ്പെടുന്നില്ല. കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അഭിഷേക വേലിയുടെ സമൃദ്ധി ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നു. വിവിധങ്ങളായ മാനസിക ശാരീരികമായ പീഡകൾ, വിട്ടുമാറാത്ത അസ്വസ്ഥതകൾ, എപ്പോഴും മനസ്സിന് ഭാരവും ഭയവും, കർത്താവിൻ്റെ സാന്നിധ്യം വേണ്ട വിധം സ്വന്തമാക്കാൻ പറ്റാതെ പോകുന്നു. ഒരുപാട് ജീവിതങ്ങളുടെ വേദനയാണിത്. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത്? യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണ്. അവൻ മാറ്റമില്ലാത്തവനാണ്. ഇന്നലെയും ഇന്നും എന്നും ഒരുവനാണ് നമ്മുടെ കർത്താവ്. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തി വ്യാപരിക്കാത്തത്? ദൈവകൃപ നിറഞ്ഞൊഴുകപ്പെടാത്തത്? പരിശുദ്ധാത്മാവിൻ്റെ തീ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നത്? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ഒരു ചോദ്യത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് വെളിച്ചം വീശുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷകളെ സ്നേഹിക്കുന്നു. ഇത് വളരെ നല്ലതാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പാളയത്തിൽ അശുദ്ധിയുണ്ടോ? കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന ചിലപ്പോൾ ചിന്തകളാകാം, ചില നിലപാടുകളായിരിക്കാം, നമ്മുടെ മനോഭാവങ്ങളായിരിക്കാം, സംസാര രീതികളായിരിക്കാം, നമ്മുടെ പ്രവർത്തന ശൈലികളായിരിക്കാം. കർത്താവിനെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ അവഹേളിക്കുന്ന, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിവിധ തലങ്ങളിലുള്ള അശുദ്ധികൾ. അശുദ്ധി എന്ന് പറയുന്നത് എന്താ ദൈവമക്കളെ? അശുദ്ധി എന്ന് പറയുന്നത് കർത്താവിനെ അവഹേളിക്കുന്നത് എന്തും, കർത്താവിനെ സങ്കടപ്പെടുത്തുന്നത് എന്തും അശുദ്ധിയാണെന്ന് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ പാളയത്തിൽ അശുദ്ധി കിടപ്പുണ്ട്. കർത്താവിന് യോജിക്കാത്ത, കർത്താവിന് ഇഷ്ടമില്ലാത്ത,
കർത്താവിന്റെ ഹൃദയത്തെ സങ്കടപ്പെടുത്തുന്ന പല വിധത്തിലുള്ള അശുദ്ധികള്, മലിനതകള് നമ്മുടെ പാളയത്തിൽ ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവത്തിന് ഇടപെടൽ അനുഭവിക്കാൻ, ദൈവകൃപ സ്വന്തമാക്കാൻ, ദൈവശക്തിയിൽ വ്യാപരിക്കുവാൻ എനിക്കും നിനക്കും കഴിയാതെ പോകുന്നത്. നിയമാവർത്തന പുസ്തകം 23-ാം അധ്യായം 14-ാം തിരുവചനം. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുക്കളെ നിന്റെ കരങ്ങളെ ഏൽപ്പിച്ചു തരാനുമായി നിന്റെ ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഈ ദൈവവചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് എന്താണ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ അനേക പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ള തിരുവചനമാണിത്. എത്രയോ പ്രാവശ്യം വിവിധങ്ങളായ വചന പ്രഘോഷണങ്ങളിലൂടെ ഈ ദൂത് കർത്താവ് നമ്മളെ കേൾപ്പിച്ചിരിക്കുന്നു. നിന്റെ പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. സഹോദര സഹോദരി, കർത്താവ് പ്രവർത്തിക്കണോ? കർത്താവ് ഇടപെടണമോ? കർത്താവിന്റെ ശക്തിയുടെ വ്യാപനം ഉണ്ടാകണോ? കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മൂടപ്പെടണമോ? കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത സ്ഥലങ്ങളിലും വെളിപ്പെടണമോ? എന്താണ് വചനം തരുന്ന മുന്നറിയിപ്പ്? പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഹല്ലേലൂയ! ഇത് മാറ്റമില്ലാത്ത ദൈവീക വ്യവസ്ഥയാണ്. ആരെല്ലാം ഈ വചനത്തെ വില കൊടുത്ത് അനുസരിക്കുന്നവോ, ആരെല്ലാം ഈ വചനം നമ്മുടെ ജീവിതത്തിൽ കൃപയായി മാറുവാൻ തങ്ങളെ തന്നെ താഴ്ത്തി കർത്താവിനായി സമർപ്പിക്കുന്നവോ, അവരുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായ ദൈവശക്തിയുടെ വ്യാപനമുണ്ടാകും. അപ്രകാരമുള്ള ജീവിതങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് ലോകത്തിനും സഭയ്ക്കും ദർശിക്കുവാൻ കഴിയും. എന്തുകൊണ്ട് നമ്മിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത്? പാളയത്തിൽ അശുദ്ധിയുണ്ട്, പാളയത്തിൽ അശുദ്ധി കിടപ്പുണ്ട്. നമ്മൾ പോലും പലപ്പോഴും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ബന്ധങ്ങളിലേക്ക്, നമ്മുടെ ഇടപാടുകളിലേക്ക്, നമ്മളായിരിക്കുന്ന മിനിസ്ട്രിയിലേക്കെല്ലാം ഈ അശുദ്ധി പിശാച് വിതച്ചിട്ടുണ്ട്. ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കള വിതച്ചു എന്ന് വേദപുസ്തകം പറയുന്നത് പോലെ ചില നിമിഷങ്ങളിൽ നമ്മൾ അറിയണമെന്നില്ല, എന്നാൽ പിശാച് ഈ കള വിതച്ചിട്ടുണ്ട്. പാളയത്തിൽ അശുദ്ധിയുണ്ടെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യത്തിന് ക്ഷയമുണ്ടാകും. നമ്മുടെ ശക്തി കെട്ടുപോകും. നമ്മളിൽ ആന്തരികമായ ജീർണത കടന്നു വരും. അഭിഷേകം മങ്ങിപ്പോകും, കൃപ മങ്ങിപ്പോകും, ദൈവ തേജസ് മങ്ങിപ്പോകും. എവിടെ അശുദ്ധി കിടപ്പുണ്ടോ അവിടെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കാൻ സാധ്യമല്ല ദൈവമക്കളെ. ഇന്ന് അനേകരുടെ നാശത്തിനും തകർച്ചയ്ക്കും കാരണം ഈ വചനമാണ്. അശുദ്ധി കിടപ്പുണ്ട് എവിടെ? പാളയത്തിൽ. ഇത് മാറ്റാതെ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ വ്യാപനം ഉണ്ടാവുകയില്ല. ഇത് നമ്മുടെ ജീവിതങ്ങളിൽ എടുത്തു കളയാതെ അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും കർത്താവിന്റെ അരികിൽ വില പോവുകയില്ല. ഹല്ലേലൂയ! കാരണം അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്. തന്റെ വചനത്തിന് വിരുദ്ധമായി കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. തന്റെ വചനങ്ങൾക്കനുസൃതമായി തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നവൻ. തന്റെ വചനങ്ങളോട് 100% കർത്താവ് വിശ്വസ്തപ്പെട്ടു. അതുകൊണ്ട് വചനത്തെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു പരിപാടിയും കർത്താവിന്റെ അരികിൽ വില പോകത്തില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കണമെങ്കിൽ, ദൈവശക്തി നിനക്ക് അനുഭവിക്കണമെങ്കിൽ, ദൈവകൃപ നിന്റെ ജീവിതത്തെ മൂടണമെങ്കിൽ, ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യം നിന്റെ ഭവനത്തിലും ജീവിതത്തിലും നിലനിൽക്കണമെങ്കിൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. ഇതനുസരിക്കാൻ
നമ്മൾ തയ്യാറായാൽ, അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും നമ്മൾ തയ്യാറായാൽ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, തിമോത്തിയോസിലെ 2-ാമത്തെ ലേഖനം 2:19, കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അപ്പൊ കർത്താവിൻ്റെ നാമം വിളിക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? പാപത്തിൽ ഒഴിഞ്ഞു നിൽക്കണം. കാപഢ്യം, കപടത, ഡ്യൂപ്ലിസിറ്റി കർത്താവ് വെറുക്കുന്ന കൊടും തിന്മയാണ് പ്രിയപ്പെട്ടവരെ. പലപ്പോഴും കാപഢ്യത്തോടു കൂടി നമ്മൾ പലരും പെരുമാറാറുണ്ട്. സമൂഹത്തിന് ഒരു മുഖം, അധികാരികളുടെ മുന്നിൽ മറ്റൊരു മുഖം, പേഴ്സണൽ ലൈഫിൽ വേറൊരു മുഖം. ഇവിടെ എന്താ വചനം പറയുന്നത്? ആരെല്ലാം കർത്താവിനെ നാമം വിളിക്കുന്നവോ അവരെല്ലാം പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഇത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വ്യവസ്ഥയാണ്. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ നമ്മൾ എന്തുമാത്രം ഉപവസിച്ചാലും പരിത്യാഗമെടുത്താലും പ്രാർത്ഥിച്ചാലും ജപമാല ചൊല്ലിയാലും കുരിശിന് വഴി നടത്തിയാലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധ്യമല്ല. കാരണം പാപവുമായി കർത്താവിനെ യാതൊരു ഇടപാടുമില്ല. ഹല്ലേലൂയ. കാരണം അവൻ പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവമാണ്. നിന്റെ പാളയത്തിൽ അശുദ്ധിയുണ്ടോ? നിന്റെ കുടുംബത്തിൽ അശുദ്ധിയുണ്ടോ? സഹോദര സഹോദരി, നിന്റെ വ്യക്തി ജീവിതത്തിൽ അശുദ്ധിയുണ്ടോ? അത് മാറ്റുവാൻ തയ്യാറാകണം. എങ്കിലേ കൃപ ഒഴുകപ്പെടുകയുള്ളൂ. എങ്കിൽ അഭിഷേകത്തിന്റെ മഴ പെയ്തിറങ്ങുകയുള്ളൂ. ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ദൈവത്തിന്റെ വചനം പറയാണ് 118-ാം സങ്കീർത്തനം 18-ാം വചനത്തിൽ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെ ഘോഷം. നമ്മുടെ കൂടാരങ്ങളിൽ കൃപയുടെ ഘോഷമുണ്ടാകണം. നമ്മുടെ പാളയങ്ങളിൽ, പാളയം ഒന്ന് നമ്മുടെ ശരീരമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയമാണ് ഈ ശരീരം. ഇത് സ്വയംഭോഗം ചെയ്യാനും സ്വർഗഭോഗം ചെയ്യാനും വ്യഭിചാരം ചെയ്യാനും ഈ ലോകത്തിന് സുഖങ്ങൾ അനുഭവിക്കുവാനും മ്ലേച്ഛമായ കാര്യങ്ങൾക്ക്, ലോകത്തിന് ഇമ്പങ്ങൾക്ക് വേണ്ടി ശരീരം പിശാചിന് വിട്ടുകൊടുക്കാനുള്ളതല്ല. ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അഭിഹിത വേക്ഷകൾക്കുള്ളതല്ല, കഞ്ചാവടിക്കാനുള്ളതല്ല, മയക്കുമരുന്നിനുള്ളതല്ല, മദ്യപാനത്തിനുള്ളതല്ല, ജഡീക സുഖഭോഗങ്ങൾക്കുള്ളതല്ല. ഈ ശരീരം കർത്താവിനുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് എൻ്റെ ശരീരവും മനസ്സും ആത്മാവും. ആ ബോധ്യമുള്ളവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഇത് പിശാചിന് പണയം വയ്ക്കാനുള്ളതല്ല. ദൈവദത്തമായ ദൈവത്തിന് ആലയമായ ഈ ശരീരം ഇത് പിശാചിനെ അടിയർ വയ്ക്കാനുള്ളതല്ല. ഇത് ദൈവത്തിന്റെ പാളയമാണ്. ഈ ദൈവത്തിന്റെ കൂടാരമാണ്. ഇവിടെ നിന്ന് ഉയരേണ്ടത് വിശുദ്ധിയുടെ ഘോഷമാണ്, കൃപയുടെ ഘോഷമാണ്, അഭിഷേകത്തിന്റെ ഘോഷമാണ്, വിശ്വസ്തയുടെ ഘോഷമാണ്, സ്നേഹത്തിന്റെ ആർപ്പവിളികളാണ്. ഇതിന് വിരുദ്ധമായതൊന്നും ഈ പാളയത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് കർത്താവ് പറയുന്ന വ്യവസ്ഥയ. ദൈവമക്കളെ, കർത്താവിന്റെ വ്യവസ്ഥയാണ്. നമ്മൾ വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നിയമവർദ്ധന 23:14 2 കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. ഒന്ന്, നിന്നെ സംരക്ഷിക്കുവാൻ കർത്താവിന്റെ സംരക്ഷണ മുദ്ര നമ്മുടെ മേൽ പ്രകാശിതമാകണമെങ്കിൽ, കർത്താവിന്റെ സംരക്ഷണത്തിന്റെ തീമതിൽ തീക്കോട്ട നമുക്ക് ചുറ്റും കെട്ടപ്പെടണമെങ്കിൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. അശുദ്ധമായ ജീവിതത്തിൽ നിരന്തരം പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിക്കുന്ന ജീവിതങ്ങളിൽ ഈ വേലി പൊളിയപ്പെട്ട് കിടക്കുക. അവിടെ സുരക്ഷിതത്വമില്ല. ദൈവിക സംരക്ഷണത്തിന്റെ വേലി പൊളിഞ്ഞു കിടക്കുകയാണ്. വേലി പൊളിക്കരുത് മക്കളെ. നമുക്ക് ചുറ്റും കർത്താവ് തീ കൊണ്ടാണ് വേലി കെട്ടിയിരിക്കുന്നത്. സക്രിയ പ്രവചനം 2:5 പറയുന്നില്ലേ, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, തീ കോട്ടയായിരിക്കും. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് ചുറ്റ്,
എൻ്റെ മക്കൾക്ക് ചുറ്റും, എൻ്റെ കുടുംബത്തിന് ചുറ്റും, എൻ്റെ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങള്, എൻ്റെ ജീവിത പങ്കാളി, സ്വർഗമേൻ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ വ്യാപാരങ്ങൾ, എൻ്റെ ഇടപാടുകൾ, ഇതിനെല്ലാം ചുറ്റും തീമതിലായി, തീക്കോട്ടയായി നമ്മുടെ മധ്യേ ജീവിക്കുന്ന സർവശക്തനായ കർത്താവ് തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവാണ് നമ്മുടെ തീക്കോട്ട, കർത്താവാണ് നമ്മുടെ സംരക്ഷണം. ഇതാണ് വചനം പറയുന്നത്, നിന്നെ സംരക്ഷിക്കാൻ. ദൈവിക സംരക്ഷണം വേണമെങ്കിൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പകർച്ച ഞാനും നീയും അനുഭവിക്കണമെങ്കിൽ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. ഇത് നിർബന്ധമാണ്, ഇത് നിർബന്ധമാണ് ദൈവത്തിന്. കാരണം അവിടുന്ന് പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവമാണ്. രണ്ടാമത് എന്താ വചനത്തിൽ പറയുന്നത്? നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ. ശത്രുവിന്റെ ആധിപത്യത്തെ തകർക്കും, ശത്രുവിന്റെ കോട്ടകളെ തകർക്കും, അവന്റെ സകല പിടികളെയും കർത്താവ് പൊട്ടിച്ചു കളയും. എപ്പോ? നിന്റെ പാളയം ശുദ്ധമാകുമ്പോൾ. പാളയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ശത്രു നിന്റെ മേൽ വിജയം നേടും. ശത്രുവിനെ ചവിട്ടി അരയ്ക്കാനുള്ള ഒരു വസ്തുവായി ഞാനും നിങ്ങളും മാറ്റപ്പെടുകയും മക്കളെ, പരാജയപ്പെടുവാനുള്ള വസ്തു, എപ്പോഴും ദുഃഖിക്കുവാനും സങ്കടപ്പെടുവാനും ഒരു പ്രയോജനമില്ലാത്ത വസ്തുവായിട്ട് നമ്മൾ മാറ്റപ്പെടും. ശ്രദ്ധിക്കണമേ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവ് തരുന്ന വിക്ടറി വേണോ സഹോദര സഹോദരി? നിനക്കത് വേണോ? പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. പുറപ്പാട് 14:14 പറയുന്നു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്ത വിജയം ഉറപ്പല്ലേ? നമ്മളെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്ക്, ഒരു തിന്മയ്ക്കും, ഒരു അന്ധകാരത്തിനും, ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിനും സാധ്യമല്ല ദൈവമക്കളെ. യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ പാളയം ശുദ്ധമായി സൂക്ഷിച്ചാൽ മതി, നീ എൻ്റെ പരിശുദ്ധിയിൽ ജീവിച്ചാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് കർത്താവ് ഇതാരും ഉറപ്പ് തരുന്നത്? ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, സർവാധിപനായ ദൈവം ഉറപ്പ് തരിക, എൻ്റെ കുഞ്ഞേ, നിന്റെ പാളയം നീ ശുദ്ധമായി സൂക്ഷിച്ചാൽ ഞാൻ നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളാം. പുറപ്പാട് 23:22 പറയുന്നു, നിന്റെ ശത്രു എൻ്റെ ശത്രുവായിരിക്കും, ഞാൻ നിന്നെ അവർക്കായി വിട്ടുകൊടുക്കുകയില്ല, ഞാൻ അവരെ തുരത്തി ഓടിക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണത്. നിന്റെ എതിരാളികൾ എൻ്റെ എതിരാളികളായിരിക്കും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധവീരനായി നമ്മുടെ മുന്നമേ നിന്ന് നമ്മളെ സൂക്ഷിക്കുകയാണ്. എപ്പോഴും ദൈവമക്കളെ, നമ്മുടെ മക്കൾക്ക് ഈ പ്രൊട്ടക്ഷൻ വേണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ മനിതകളിൽപ്പെട്ട് നശിച്ചു പോകരുത്. അവർ പിശാചിന്റെ ഇഷ്ടനിർവഹണത്തിനായി ഉപയോഗിക്കപ്പെടുന്ന ജീവിതങ്ങളായി മാറ്റപ്പെടരുത്. കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ കൺട്രോൾ, കർത്താവ് തരുന്ന വിക്ടറി അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മക്കളുടെ ജീവിതം അതിൽ മാതാപിതാക്കൾ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ വൃത്തിയുള്ള നമുക്ക് നല്ല നിർബന്ധ ബുദ്ധി അതിലാ വേണ്ടത്. നമ്മുടെ കൂടെയുള്ളവരെ ആ പാളയത്തിൽ അശുദ്ധി ഉണ്ടാകാൻ അനുവദിക്കരുത്. അത് മിനിസ്ട്രികളാകാം, ധ്യാന കേന്ദ്രങ്ങളാകാം, തൊഴിൽശാലകളാകാം, അതെവിടെയാവട്ടെ, വിവിധങ്ങളായ സ്ഥാപനങ്ങളാകാം, എവിടെയായിരുന്നാലും അവിടെ അശുദ്ധി അനുവദിക്കരുത്. അത് കൃത്യമായി വിവേചിച്ച് പറയേണ്ടവരോട് പറഞ്ഞ് തിരുത്തുവാൻ നമുക്ക് സാധിക്കണം ദൈവമക്കളെ. കണ്ണടച്ചാൽ എന്തിനാവട്ടെ എന്ന് വിട്ടുകഴിഞ്ഞാൽ അത് നിന്നെ നശിപ്പിച്ച് കളയും. നിന്നെ മാത്രമല്ല, ആ സമൂഹത്തെ ചിലപ്പോൾ നശിപ്പിക്കും, ആ കുടുംബത്തെ നശിപ്പിക്കും. എത്ര അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. സഫാനിയയുടെ പ്രവചനം 3:17 പറയാ,
നിന്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. വിജയം നൽകുന്ന കർത്താവായി നമ്മുടെ ജീവിതത്തിൽ ഈശോ മഹത്വപ്പെടണമെങ്കിൽ സഹോദര സഹോദരി, പാളയത്തിൽ അശുദ്ധി ഉണ്ടാകരുത്. ഹല്ലേലൂയ. പാളയത്തിൽ അശുദ്ധി കർത്താവിന് യഥേഷ്ടം ഉലാത്താൻ പറ്റണം നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയിലൂടെ, നമ്മുടെ സ്ഥാപനത്തിലൂടെ, ഫാമിലിയിലൂടെ കർത്താവിന് യഥേഷ്ടം ഉലാത്തുവാൻ, മൂവ് ചെയ്യുവാൻ, സഞ്ചരിക്കുവാൻ പറ്റണ ദൈവമക്കളെ. അശുദ്ധി ഉണ്ടെങ്കിൽ കർത്താവ് വിട്ടുപോകും. അതുകൊണ്ടാണ് പറയുന്നത്, ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിന്റെ പാളയത്തിൽ കണ്ട് കർത്താവ് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ പാളയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ചങ്കിലേക്ക് ഏറ്റെടുക്കണം ദൈവമക്കളെ. അവസാനിപ്പിക്കുകയാണ്. യൂദത്തിന്റെ പുസ്തകം 11:10 മനോഹരമായൊരു വചനമാണ്. എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്നൊരു വചനമാണ്. പലപ്പോഴും കർത്താവിൻ്റെ ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുമ്പോൾ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നമ്മൾ നേരിടേണ്ടി വരും. പലവിധ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ടാകും. പലരും ശത്രുത വിചാരിക്കാം, പല അപഖ്യാതികൾ പറയാം, അപവാദങ്ങൾ പറഞ്ഞു വരുത്താം. അത് ചില ആത്മാക്കളുടെ പ്രത്യേകതയാണ്, ഈ നെഗറ്റീവ് പറയൽ. കർത്താവ് തന്നെ നേരിട്ട് വന്ന് പറഞ്ഞാലും ആ സ്വഭാവത്തിൽ മാറ്റം പറ്റാത്ത, അങ്ങനെ പിശാച് കെട്ടിവെച്ച ചില ആത്മാക്കളുണ്ട്, എപ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. നമ്മൾ എസെക്കിയേൽ 47 കാണുന്നില്ലേ, എന്തുമാത്രം ആ അഭിഷേകത്തിൻ്റെ നദി ഒഴുകിയതാണ്. ആ നദി ഒഴുകിയെടുത്താണ് ഇത്രമാത്രം നിറഞ്ഞൊഴുക്കുണ്ടായിട്ടും ശുദ്ധീകരിക്കപ്പെടാത്ത ചില ചതുപ്പ് നിലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ എന്തോരം വചനം കേട്ടും അഭിഷേകത്തിൽ നിറഞ്ഞാലും പരിശുദ്ധാത്മ പ്രവർത്തിച്ചാലും മാനസാന്തര അനുഭവമില്ലാത്ത, അനുതാപമില്ലാത്ത ചില ആത്മാക്കൾ എല്ലാ ഇടങ്ങളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണത് അതെന്താണ്, അതൊരു മിസ്റ്ററിയാണ്. ഇത് കർത്താവിന് മാത്രം അറിയാൻ പാടുള്ളൂ. അപ്പോൾ ദൈവമക്കളെ, നമ്മളിതിൽ കിടന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പാളയത്തിൽ അശുദ്ധി ഇല്ലെങ്കിൽ നമ്മളെ തകർക്കാനോ ഇല്ലാതാക്കാനോ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഇതാണ് യൂദത്ത് 11:10 പറയുന്നത്. എൻ്റെ യജമാനനെ അവർ തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാത്തിടത്തോളം കാലം അവരെ തകർക്കുവാനോ വാളിനിരയാക്കുവാനോ അവരെ നശിപ്പിക്കുവാനോ ആർക്കും സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇതൊരു അടിസ്ഥാന പ്രമാണമാണ് ദൈവമക്കളെ. നിന്റെ പാളയത്തെ നീ വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ നിന്റെ കുടുംബത്തെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ കൂടെയുള്ളവരെ, നിന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കളെ, നിന്റെ തലമുറയെ, നിന്റെ വ്യാപാരങ്ങളെ, നിന്റെ ഇടപാടുകളെ നീ വിശുദ്ധിയോടെ സൂക്ഷിച്ചാൽ നിന്നെയോ നീയുമായി ബന്ധപ്പെട്ടവരെയോ ഇല്ലാതാക്കാൻ, തകർക്കാൻ, നശിപ്പിക്കാൻ, വാളിനിരയാക്കാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധിക്കില്ല എന്നാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കി കർത്താവിനെ ആശ്രയിക്കുക, കർത്താവിന് മുറുകെ പിടിക്കുക. പാളയത്തിലുള്ള അശുദ്ധികളെല്ലാം അതെല്ലാം നീക്കിക്കളയാൻ തീരുമാനമെടുക്കണം. പാളയത്തെ കർത്താവിനായി ശുദ്ധീകരിക്കണം. പാളയത്തിൽ കർത്താവ് ഉണ്ടാകണം. പാളയത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പാളയത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അതിന് വിരുദ്ധമായത് എനിക്ക് എന്തുമാത്രം വിലപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടതാണെങ്കിലും അത് മാറ്റിക്കളയാൻ തീരുമാനമെടുക്ക്. കർത്താവ് നമ്മളെ സഹായിക്കും. വ്യക്തിപരമായി നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.